കൽപ്പാത്തി അഗ്രഹാരത്തിലെ ഹോട്ടലിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നല്ല തിരക്കാണ്. ഇവിടുത്തെ ഫുഡ് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലിയോടാണ് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ്. മാമിന്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ആര്യപ്രിയ. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. അപ്പം ആദ്യമായിട്ടാണ് കൽപ്പാത്തി വന്നത്. അപ്പം നല്ലൊരു ഫുഡ്. ഹസ്ബൻഡ് ആദ്യം 2 പ്രാവശ്യം ഇവിടെ വന്ന് കഴിച്ച ആളാണ്. അപ്പൊ ഇവിടെ നിന്ന് തന്നെ കഴിക്കണം എന്ന് ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. എന്താ ടേസ്റ്റ്, നല്ല ഫുഡാണ്. ഞാൻ ഓർഡർ ചെയ്തത് ഇടിയപ്പാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറി എന്തായിരുന്നു? കറി കടലക്കറി. ഞങ്ങള് നെയ്റോസ്റ്റും വടയാണ് പറഞ്ഞത്. ഇവിടെ സാമ്പാറിൻ്റെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. സൂപ്പറാണ്. കൽപ്പാത്തിയുടെ ഒരു ഡിഫറെന്റ് ടേസ്റ്റ്. അധികം സ്പൈസി അല്ല. പൊതുവെ കൽപ്പാത്തിക്കാര് എരിവ് കുറവാണെന്നാണ് പറയുന്നേക്കുന്നത്. ഉള്ളിച്ചമ്മന്തിക്കാണെങ്കിലും എരിവ് കുറവാണ് കേട്ടോ. എനിക്ക് പൊതുവെ എരിവ് കുറവുള്ളതാണ് ഇഷ്ടം. കഴിച്ചു നോക്കട്ടെ. സാമ്പാർ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇന്നലെ രാമശ്ശേരി ഇഡ്ഡലി കഴിച്ച സമയത്ത് അവിടെ നിന്ന് സാമ്പാർ നല്ല തിക്കായിരുന്നു. അതിന് വേറൊരു ടേസ്റ്റായിരുന്നു. എനിക്ക് ആ സാമ്പാറിനേക്കാൾ ഇഷ്ടം ഈ സാമ്പാറാണ്. ചട്നിയും ചമ്മന്തി. വട നോക്കട്ടെ. കുരുമുളകിന്റെ ഫ്ലേവർ കറക്റ്റ് കിട്ടുന്നുണ്ട്. വട ഒരു 2-3 ഞാൻ കഴിക്കും കേട്ടോ. സൂപ്പറാണോ? എങ്ങനെയുണ്ട് ഫുഡ്? നല്ല എന്താ പറയാ, നല്ലൊരു ഫുഡാണ്. നന്നായിട്ടുണ്ട്, നല്ല ഭക്ഷണം. നമുക്ക് രാവിലെ അമ്പലത്തൊക്കെ ഒന്ന് വന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ വേറൊരു ഫീലാണ്. നല്ല രസമാണ്. എല്ലാവരും സൂപ്പർ ഫുഡാന്നാ പറയുന്നത്. ആഹാരം അമൃതാണ്. യാത്രകളിൽ അമൃത് കിട്ടാൻ പ്രയാസമാണ്. ഇന്ന് കൽപ്പാത്തി അഗ്രഹാരത്തിൽ നിന്ന്, ഈ ഹോട്ടലിൽ നിന്ന് അമൃതാണ് കിട്ടിയത്. അത്രമേൽ നല്ല ഭക്ഷണം. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ ഓണർ തന്നെ പറയും. മാഡത്തിൻ്റെ പേര്? വിദ്യ. ഈ ഹോട്ടലിനെ കുറിച്ച് എന്ന് തുടങ്ങി, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഇത് ആദ്യം തുടങ്ങിയത് വന്നിട്ട് കോവിഡ് ടൈമിൽ കുറച്ച് ഫുഡ് പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയതാണ്. ദെൻ ആഫ്റ്റർ ഇത് കൺവേർട്ടായി റെസ്റ്റോറൻറ്റ്. ബട്ട് ഇപ്പോഴും ഇത് റെസ്റ്റോറൻറ്റിലേക്കല്ല പോയിരിക്കുന്നത്. മെയിൻലി നമ്മുടെ ട്രഡീഷണൽ ഫുഡ് ഫോളോ ചെയ്യണം കൽപ്പാത്തിയുടെ. അതാണ് ഉച്ചയ്ക്ക് വന്ന് വിത്തൗട്ട് ഓണിയൻ ഗാർലിക്കാണ്. രാവിലെ ഒരു 10-150 പേർക്ക് നമ്മൾ ചാരിറ്റിക്ക് ആഹാരം കൊടുക്കുന്നുണ്ട്. ചോറ്, ഒരു ഉപ്പേരി, ഒരു കൂട്ടം. 150 പേർക്ക് അത് പാക്ക് ചെയ്തിട്ട് പോകും. ആൻഡ് മോർണിംഗ് 4:45-5 മണിക്ക് കോഫി. എവിടെയും നമുക്ക് ഇത്ര വേഗം സ്റ്റാർട്ടാവില്ല. ആൻഡ് 6:45 വി സ്റ്റാർട്ട് ദ ടിഫിൻ സ്റ്റാർട്ടായി എന്ന് പറഞ്ഞാൽ 7 മണിക്കുള്ള ഫുൾ എല്ലാം പൊങ്കൽ, കിച്ചടി, ഇഡ്ഡലി, ഇടിയാപ്പം, കടല, ഫുൾ കേരളവും ഉണ്ട്, ഇതുമുണ്ട്. ആൻഡ് ദെൻ 11:30 ഞങ്ങളുടെ ലഞ്ച് സ്റ്റാർട്ടാവും. 11:30 സ്റ്റാർട്ടാകുമ്പോൾ മൺഡേ ടു സാറ്റർഡേ ദർ ഈസ് നോ ഓണിയൻ ഗാർലിക് ഉണ്ടാവില്ല ഉച്ചത്തെ ഫുഡിൽ. ഞായറാഴ്ച മാത്രമാണ് ചെറിയ ഉള്ളി സാമ്പാർ, ഉരുളക്കിഴങ്ങ്, കാരക്കറി, അവിയൽ. അതും ഞായറാഴ്ച അമാവാസയോ എന്തെങ്കിലും ഇങ്ങനത്തെ ഫംഗ്ഷൻസ്, പിതൃകാര്യങ്ങളുടെ എന്തെങ്കിലും വന്നു പറഞ്ഞാൽ അന്നും നിങ്ങൾക്ക് ഓണിയൻ ഗാർലിക് ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഓണിയൻ കൂട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഉത്തേജനം കൂടുതൽ എന്നാണ് അതിന്റെ ഒരു. പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ കിട്ടുമ്പോൾ ഞങ്ങളുടെ ഇതിൽ അതൊരു മാംസത്തിന്റെ ഒരു ഇല്ല. കുറുമേല് മാത്രം ഉണ്ടാവും ബിരിയാണിയിൽ, വേറൊന്നിലും അല്ല. ബിരിയാണിയിലും കുറുമയിലും ഉള്ളി ഉണ്ടാവും, വെളുത്തുള്ളി ഉണ്ടാവും, ബാക്കി ഒന്നിലും ഉണ്ടാവില്ല. ശരിക്കും വെളുത്തുള്ളി വെജ് അല്ല, വെളുത്തുള്ളിയും ഓണിയൻ എത്രത്തോളം നമ്മളത് ആക്കുന്നു, ബാക്കിയുള്ള ആക്സസറീസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ കുറവാകുന്നു. അതാണ് ഈവൻ ഇസ്കോൺ മന്ദിറിലായാലും അവർ വിത്തൗട്ട് ഓണിയൻ ഗാർലിക് കൂട്ടും. പിന്നെ വേറെ ഒന്ന് അതിൻ്റെ മെയിൻ റീസൺ ഇവിടെ കൂട്ടാത്തതിന്, ഇവിടെ കൽപ്പാത്തി അഗ്രഹാരത്തില് നമുക്ക് കാശീലുപാതി കൽപ്പാത്തി എന്ന് പറയും ശിവന്റെ അമ്പലം. അപ്പൊ എന്താ പിതൃകർമ്മങ്ങൾ ചെയ്യാൻ
ഹോൾ ഇന്ത്യയിൽ നിന്ന് ആളുകൾ ഇവിടെ വരും, കൽപ്പാത്തി കാശിയിൽ വരും. പോയി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ വന്ന് ചെയ്യുമ്പോൾ നമ്മളുടെ ഇതില് എഗെയിൻ കല്യാണങ്ങളിലും ഇതിലും ഒന്നും നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കാറില്ല. മരിച്ച കർമ്മങ്ങളിലും 13 ദിവസം ഉള്ളി ഇത് ചേർക്കില്ല. സോ അവരിവിടെ വന്ന് പുറമേ നിന്ന് വന്നവർക്ക് എവിടെ എന്ത് കിട്ടുന്ന അറിയില്ല. അപ്പൊ അവരുടെ നമ്മളുടെ കോസ്റ്റ്യൂമും വേഷവും കണ്ടാൽ തന്നെ അറിയാം, പൊട്ടുണ്ടാവില്ല, പൊടിച്ചിട്ട് കയറി വരികയായിരിക്കും. അപ്പൊ തന്നെ നമുക്കറിയാം. പിന്നെ എൻ്റെ ഇവിടെ സപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്കും ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് അറിയാം. സോ അവർക്ക് പറയും കടലക്കറിയും വേണ്ട, ഇഷ്ടവും വേണ്ട, കിച്ചടിയും വേണ്ട, ബാക്കി ഒന്നിലും ഉള്ളിയില്ല, ഉച്ചത്തെ ഫുഡിലില്ല. സോ അങ്ങനെ ഒരു സർവീസ് മൈൻഡും ആണ് നമുക്ക്. അല്ല, എനിക്ക് ഏറ്റവും സന്തോഷം അറിയോ, 150 പേർക്ക് സൗജന്യമായിട്ട് എന്നും ആഹാരം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയാ പുണ്യകർമ്മം തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു വലിയ റെസ്റ്റോറന്റ് സ്റ്റൈലോ ഭയങ്കര കമേഴ്ഷ്യൽ അല്ല. പക്ഷെ വൃത്തിയായിട്ട് ആഹാരം കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും കയറി വന്നു, പേഴ്സ് അടിച്ചു പോയി, പൈസ ഇല്ലാതെ വിശക്കുണ്ടെന്ന് പറഞ്ഞാൽ ഇരുന്ന് കഴിച്ചോളൂ, പൊയ്ക്കോളൂ, അതന്നെയാണ്. പക്ഷെ നമുക്ക് കമേഴ്ഷ്യൽ ആകാതെ പറ്റില്ല. 10-13 പേര് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു സെഗ്മെന്റ് അല്ലാതെ ഒരുപാട് അപ്പർ ലെവലിൽ നമ്മൾ പൈസ അടിച്ചു ചിന്തിക്കുന്നില്ല. അത് അന്നപൂർണേശ്വരി നോക്കിക്കോളും. ഒത്തിരി സന്തോഷം മാഡം. ഞാൻ ചോദിച്ചില്ല മോളോട് ഭക്ഷണം എങ്ങനെയുണ്ട്, അപ്പോഴേക്കും പറഞ്ഞു സൂപ്പർ ആണെന്ന്. എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പറാ. കൂളിംഗ് ഗ്ലാസ് എവിടെ? ഞാനേ വന്നപ്പോ നോക്കുമ്പോണ്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടിരിക്കുന്ന കണ്ടോ, അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഓക്കെ, ഫിലിം ആക്ട്രസ് മാതിരി സൂപ്പർ. പേരെന്നാ? പേരെന്നാ? പേര് ജശ്വന്ത്. എൻ പേര് ജോഷി. ഓക്കെ, സൂപ്പർ. ഓക്കെ. പൂരി കണ്ടില്ലതാ, അതിന്റെ ഉള്ളിലൂടെ കൈ കയറിപ്പോ. ഒന്ന് കൈ കയറ്റി വെച്ച് ഉള്ളിലേക്ക്. അടിപൊളി, സൂപ്പർ. ഓക്കെ. നിങ്ങൾ എവിടെ നിന്ന് വരുന്നത് മാഡം? ബാംഗ്ലൂര്. ഓക്കെ. എൻജോയ് യുവർ ഫുഡ്. ഓക്കെ, സെക്കൻഡ് ഡേ ആണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ്. ആന്റിന്റെ വെരി സ്മൈലിംഗ് ഫേസ് ആണ് ആന്റി, അതെങ്കിൽ ഇവിടെ വന്നു. അല്ല, പൈസ ഇല്ലാതെ വന്ന് ഇവിടെ ഫ്രീ ഫുഡാണ്. 150 മെമ്പേഴ്സിന് ഡെയിലി ഫ്രീ ഫുഡ് കൊടുക്കുന്നു. ഇത് അന്നപൂർണി ആന്റിനെയും വിദ്യാല അന്നപൂർണിയല്ല, അമ്മ ദേവി അന്നപൂർണിയാണ്. സോ ഫുഡ് വളരെ ടേസ്റ്റ് ആയിട്ടുണ്ട്, വളരെ ഹൈജീൻ ആയിട്ടുണ്ട്. പിന്നെ എന്റെ കുട്ടിക്ക് യെസ്റ്റർഡേ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഏതെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് എത് വരില്ല. സോ ബിക്കോസ് എനിക്ക് കുറച്ച് സെൻസിറ്റീവ് ആണ് സ്റ്റൊമക്ക്. പക്ഷെ ഇവിടെ കഴിച്ചുമ്പോ ഒരു കുഴപ്പമില്ല. ഫുഡ് വളരെ ടേസ്റ്റ്. യെസ്റ്റർഡേ ട്രൈഡ് മസാല ദോശ, ടേസ്റ്റ് ലൈക്ക് തമിഴ്നാട് ഓൺലി. And today trying appam, again going to try some other tiffin also. So I best wishes to Annapurni auntie Anna. Okay. Sir, your opinion? So I don't know Malayalam, so either I can. Okay, your language, no problem. Food வந்து சூப்பரா ஆயிട്ടുണ്ട്. நான் சென்னையில இருந்து வந்தோம். இப்போ last 2 days we were stayed in Hyder Park Regency. For breakfast alone we came here. வெறும் பிரேக்ஃபாஸ்ட் சாப்பிட வேண்டி நான் இங்கே வந்து அங்கேருந்து வர வழியில நிறைய ஹோட்டல் இருக்குது. பட் எங்கே வேண்டாம், நேற்று வந்து சாப்பிட்டோம். டேஸ்ட் அவ்வளோ சூப்பராக இருந்து. அவங்க சொன்ன மாதிரி 2 பேருக்கும் ஸ்டொமக்கு எங்களுக்கு எந்த பிரச்சனையும் கிடையாது. இன்னும் நைட்டு பசி எடுத்தது, அது பெஸ்ட்டு. பிகாஸ் வென்னவர் நம்ம ஹோட்டலில் போய் சாப்பிட்டோம்னா நமக்கு அந்த பசி இருக்காது, ஃபுல்லாக இருக்கும். ஒரு நாள் ஃபுல்லாக நமக்கு அந்த ஸ்டொமக் அப்செட் அதெல்லாம் இல்லை. சூப்பர் ஃபுட். மொத்தம் ஃபேமிலி ஐ திங்க் நேற்று ஈவினிங் வேறு மார்னிங் பிரேக்ஃபாஸ்ட் வந்தோம், ஈவினிங் വന്നോ ഒരു 15 പേര് അമ്മ അച്ഛൻ പിന്നെ അനിയത്തി എല്ലാം ഇവിടെ വന്നു. പിന്നെ ഇവിടെ ബോണ്ട കഴിച്ചു, കോഫി. In the people, you have to try coffee here. You never ever tasted anywhere. Just try coffee here. Super awesome. Coffee. Yeah, super coffee ആണ്. എന്റെ അനിയത്തി ചേച്ചി ഇവളെല്ലാം ഇവിടെ വന്നു. പിന്നെ സ്നാക്സ് കഴിച്ചു, പിൻപ് അമ്പലത്തിൽ നിന്ന് വിസിറ്റ് ചെയ്തു. ഇവിടെ വരുമ്പോഴേ ആ മേഡം ചിരിക്കുന്ന കാണുമ്പോൾ ഒരു അമ്പലത്തിന്റെ ഫീല് വരുന്നില്ലേ? അതെ, സൂപ്പർ. ഭക്ഷണം ആരുണ്ടാക്കിയാലും അത് അമ്മ വിളമ്പുന്ന പോലെ, അമ്മ സെർവ് ചെയ്യുന്ന പോലെ ആവണമെന്നാ പറയുന്നത്. അതാണ് സൂപ്പർ. അന്നപൂർണ. ഓക്കെ. ഒരു പാട്ട് പാടുവോ? ഒരു പാട്ടില്ല? ദോശ നല്ല ദോശ, അമ്മ ചുട്ട ദോശ,
പുരി വെച്ച് പാട്ട് അപ്പാവുക്ക് 2 ശ്ലോകം ശ്ലോകം സഗണാ ഭവതു സഗണാ പുനതു സഗരീയം കരവാവഹൈ തേജസ്വിനാതമതീതമസ്തു വാരെ ശിവാദൈ ഓം ശാന്തി ശാന്തി ശാന്തി. വെരി ഗുഡ് മൈ ബ്ലെസ്സിങ്സ്. ഓക്കെ താങ്ക് യു ഓക്കെ എൻജോയ്. കൽപ്പാത്തി പ്യുവർ വെജിറ്റേറിയൻ. കൽപ്പാത്തിയിൽ വന്നിട്ട് ഇവിടുത്തെ ഒരു ഹെറിറ്റേജ് ഹോട്ടലിൽ നിന്ന് ഇവിടുത്തെ പഴമയുടെ തനിമയുള്ള ഫുഡൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. വായോ. ഇപ്പൊ കൽപ്പാത്തിയിൽ നല്ല സമാവർ ചായയാണ്. ഇവിടുത്തെ ഇലയുടെയാണ് ഇത്. ഇതിന് 1-ന് 25 രൂപയാണ്. കാരണം ഇത് നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ പലഹാരങ്ങളൊക്കെ നെയ്യിലാണ്. ഇത് നമ്മുടെ നാട്ടിലെ ഉണ്ണിയപ്പം പോലെ ഉണ്ട്, പക്ഷെ ഇവരുടെ നെയ്യപ്പം എന്നാണ് പറയുന്നത്. ഉണ്ണിയപ്പത്തിൽ പഴം ചേരും, 2 ദിവസം ഇരിക്കുള്ളൂ. ഇതിന് പഴം ചേരുന്നില്ല, നെയ്യാണ്. ഇത് കൂടുതൽ ദിവസം ഇരിക്കും. അപ്പോൾ നെയ്യിലുണ്ടാക്കുന്നത് കൊണ്ട് കുറച്ച് റേറ്റ് കൂടുന്നുണ്ട്. ഉണ്ണിയപ്പത്തിന് എത്ര റേറ്റ്? ഉണ്ണിയപ്പം 20 രൂപ, ഇലയട 25 രൂപ.